ഹായ് ഓൾ, നിയാസ് മുഹമ്മദ്, സ്കൂൾ സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനറാണ്. രക്ഷിതാക്കളോടും അതുപോലെ തന്നെ അധ്യാപകരോടുമാണ് സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ അതല്ലെങ്കിൽ സ്കൂളുകളിൽ പലതരത്തിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ പഠനത്തിൽ പിറകിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ട മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ആവട്ടെ, അതുപോലെ തന്നെ അക്കാഡമിക് സപ്പോർട്ട് ആവട്ടെ, നമ്മൾ പരമാവധി കൊടുക്കാറുണ്ട്. ഇതുപോലെ മറ്റൊരു വിഭാഗമാണ് പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നവർ, സ്പീഡ് ലേണേഴ്സ്, ഗിഫ്റ്റഡ്, ടാലൻറ്റഡ് എന്ന് വിളിക്കുന്ന വിദ്യാർത്ഥികൾ. അവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ട അക്കാഡമിക് സപ്പോർട്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ടെങ്കിലും അവർക്ക് വേണ്ട മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നമ്മൾ എത്രമാത്രം കൊടുക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ക്ലാസ് റൂമുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ അനുഭവിക്കുന്നത് പോലെ തന്നെ ഈ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ക്ലാസ് മുറികളിലും സ്കൂളുകളിലും പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി അവർക്ക് വേണ്ട മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. താങ്ക് യു വെരി മച്ച്.